ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. കഴിഞ്ഞ ആഴ്ച നാം മോശയുടെ അമ്മയപ്പന്മാർ മോശയെ ഒളിച്ചു വെച്ച കാര്യവും ഫറവോൻ്റെ പുത്രി മോശയെ എടുത്ത് മോശയുടെ അമ്മ തന്നെ കാശ് മേടിച്ച് സ്വന്തം മകനെ വളർത്തിയ വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടു. മോശയ്ക്ക് ഫറവോൻ്റെ പുത്രിയാണ് പേരിട്ടത്. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ മോശ എന്ന് പേരിട്ടു എന്ന് നാം കണ്ടു. അടുത്തതായിട്ട് മോശയുടെ അമ്മ മോശേനെ കൊണ്ടുവന്ന് ഫറവോൻ്റെ പുത്രിക്ക് കൊടുത്തു. അങ്ങനെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശ വളരുകയാണ്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശ വളർന്നിട്ട് എന്തുണ്ടായി എന്നുള്ളത് നമുക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. എബ്രായർ 11:24. ഒന്നും കൂടെ പഠിക്കാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഈ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, മോശ വളർന്ന് ഫറവോൻ്റെ കൊട്ടാരത്തിലാണ്. ഫറവോൻ്റെ മകനായിട്ടാണ് വളർന്നത്. എന്ത് സൗകര്യങ്ങളും മോശയ്ക്ക് വേണമെങ്കിലുണ്ട്. പക്ഷേ മോശ അവിടെ ചെയ്ത തീരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. മോശ എന്ത് തീരുമാനിച്ചു? പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളിൽ രസിക്കാതെ ദൈവത്തോടു കൂടെ ജീവിക്കുന്നത് നല്ലതാണെന്ന് മോശ തിരഞ്ഞെടുത്തു. അത് മോശയുടെ അമ്മയാണ് അതെല്ലാം മോശയെ പഠിപ്പിച്ചു. അതുകൊണ്ട് മോശ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനായിട്ടും വളർന്നു. ഫറവോൻ്റെ മകനായി മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളർന്നു. അവൻ ഫറവോൻ്റെ കൊട്ടാരത്തിൽ രാജകുമാരനായി വളർന്നതുകൊണ്ട് എല്ലാവരും അവനെ ഒരു മിസ്രൈമനായിട്ടാണ് കരുതിയത്. എന്നാൽ മോശയുടെ അമ്മ മോശയെ ഒരു യഹൂദനായി കുഞ്ഞിലെ വളർത്തി. ഒരു ദിവസം മോശ തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു. അവരുടെ ഭാരമുള്ള ജോലി നോക്കി അവൻ തൻ്റെ സഹോദരന്മാർ കഷ്ടപ്പെടുന്നത് അവന് ദുഃഖമായി. അപ്പോൾ അവനൊരു എബ്രായനെ ഒരു മിസ്രൈമിൽ അടിക്കുന്നത് കണ്ടു. മോശ മിസ്രൈമിനെ അടിച്ചോ, അവൻ മരിച്ചുപോയി. അവനെ കൊന്ന മണലിൽ മറവ് ചെയ്തു. ആരും കണ്ടില്ല എന്ന് മോശ വിചാരിച്ചു. പിറ്റേ ദിവസം 2 എബ്രായർ ശണ്ട കൂടുന്നത് കണ്ടു. അവരോട് മോശ പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരല്ലയോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ അടികൂടുന്നത്? സമാധാനമായിട്ട് ജീവിച്ചുകൂടെ? അപ്പോൾ ഒരു എബ്രായൻ പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയത് ആരാണ്? മിസ്രൈമിനെ ഇന്നലെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ നീ ഭാവിക്കുന്നുവോ? കാര്യം പ്രസിദ്ധമായെന്ന് മോശയ്ക്ക് മനസ്സിലായി. മോശ വിചാരിച്ചു ആരും അറിഞ്ഞില്ലെന്നാണ്. ഫറവോൻ ഈ കാര്യം അറിഞ്ഞാൽ മോശയെ കൊന്നുകളയും എന്ന് മോശയ്ക്ക് മനസ്സിലായി. എബ്രായനായിട്ട് വളരുവാനല്ല, എബ്രായർക്ക് സൈഡ് പിടിച്ച് ജീവിക്കുവാനല്ല ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശയെ വളർത്തുന്നത്. ഫറവോൻ്റെ മിസ്രൈമിനെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കാനാണ്. ഈ ലോകത്തിൻ്റെ ദുഷ്ടതയെ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തിൽ ജീവിക്കാനാണ് മോശയെ ഫറവോൻ്റെ മകനായി മോശ അവിടെ വളർന്നത്. എന്നാൽ അവർക്ക് മനസ്സിലായി അവൻ എബ്രായനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിലാക്കി അവർ എന്നെ കൊന്നുകളയും. മോശയെ അവർ കൊല്ലുവാൻ അന്വേഷിച്ച് മോശ ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. അവൻ മിദ്യാൻ ദേശത്ത് ചെന്നു ഒരു കിണറ്റിനരികെ ഇരുന്നു. മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാർ ഉണ്ടായിരുന്നു. ഇവർ ആടുകൾക്ക് വെള്ളം കൊടുക്കുവാൻ കിണറ്റിനരികെ എത്തി. മോശ ആടുകൾക്ക് വെള്ളം കൊടുത്തു എന്ന് അറിഞ്ഞ് മറ്റേ ആട്ടിടയന്മാരിൽ നിന്ന് ഈ മിദ്യാനിലെ പുരോഹിതൻ്റെ പുത്രിമാരോട് കനിവ് തോന്നി ആ ആടുകൾക്ക് വെള്ളം കൊടുത്തു എന്നറിഞ്ഞപ്പോൾ മിദ്യാനിലെ പ്രഭു മോശയെ അന്വേഷിച്ച് വരികയും മോശയെ ഭവനത്തിൽ കൈക്കൊണ്ടു. മോശ ഭവനത്തിൽ ആടുകളെ നോക്കി ജീവിച്ചു. അത് തൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ട് മോശയ്ക്ക് തൻ്റെ മകൾ സിപ്പോരയെ ഭാര്യയായി കൊടുത്തു. അവൾ അവനെ ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അന്യദേശി ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് മകന് ഗേർഷോം എന്ന് പേരിട്ടു. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഇവിടെ അനേക വാക്യങ്ങൾ
നമ്മൾക്ക് പഠിക്കുവാനുണ്ട്. ഒന്നാമതായിട്ട് മോശയുടെ അമ്മ മോശയെ ദൈവഭയത്തിലും വഴിയിലും നടത്തി. രണ്ടാമതായിട്ട് മോശ തന്നെ ഏൽപ്പിക്കാത്ത ദൗത്യം ചെയ്തുകൊണ്ട് ഒളിച്ചോടേണ്ടതായിട്ട് വന്നു. നമ്മെ ഏൽപ്പിക്കാത്ത ചുമതല ചെയ്യുവാനായിട്ട് പാടില്ല. മൂന്നാമതായിട്ട് ദേഷ്യം, കോപം ഇവ നാം കീഴടക്കണം, അല്ലെങ്കിൽ പാപം ജീവിതത്തിൽ ഉണ്ടാകും. മോശയുടെ കോപം കൊലപാതകത്തിന് കാരണമായി. നാലാമതായിട്ട് മോശയ്ക്ക് തൻ്റെ ജനത്തോട് സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. നാമും നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് സ്തോത്രം, ഞങ്ങൾക്ക് തന്ന വാക്യത്തിനായിട്ട് സ്തോത്രം. ഈ ലോകത്തിൻ്റെ താൽക്കാല മുഖങ്ങളിൽ പിറകെ പോകാതെ കർത്താവിനോട് കൂടെ നിൽപ്പാൻ, കർത്താവിൻ്റെ ജനത്തോടു കൂടി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം യേശുകർത്താവിൻ്റെ നാമത്തിൽ താഴ്മവിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിൽ കൂടെ കൈ അമർത്തണം. ഓക്കെ കുഞ്ഞുങ്ങളെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.